സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൽ സകലരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം സ്ഥാപിച്ച ദൈവരാജ്യം പരിശുദ്ധ കത്തോലിക്ക സഭയിലൂടെയാണ്. അതിൻ്റെ രഹസ്യം തിരുവചനത്തിലേക്ക് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. സഭയാണ് അത് പിന്തുടർന്നുകൊണ്ട് പോകുന്നതും. അതായത് നമുക്ക് തിരുവചനത്തിൽ നോക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യം, അതായത് ഈശോ പറയുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. അതോടൊപ്പം ഈശോ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഓർക്കണം, എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാണ്. ഇപ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ സ്നേഹം, കരുണ, ദയ, സത്യം, സമാധാനം എന്നിവ നിറഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ദൈവരാജ്യം. അപ്പോൾ ഞാൻ നിങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിച്ചു, പിശാചുക്കളെ ബഹിഷ്കരിച്ചു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, അവസാനം പറയുന്നത് ഞാൻ നിന്നെ അറിയുന്നില്ല എന്നാണ് ഈശോ പറയുന്നത്. കാരണം എന്താ? ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കുറേ കാര്യങ്ങൾ വഴി ഒരുക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ, കൗൺസിലിംഗ് സെൻ്ററുകൾ, ഒത്തിരി ചാരിറ്റി സെൻ്ററുകളൊക്കെ വേണം. പക്ഷേ അത് ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അവകാശമുണ്ടായിട്ട് കിട്ടാത്ത കാര്യങ്ങൾ ഈ പറയുന്ന ദൈവരാജ്യത്തിലെ മൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടോ എങ്കിൽ മാത്രമേ ദൈവരാജ്യം സ്ഥാപനം ഇതിനോടൊപ്പം നടക്കുകയുള്ളൂ. പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് നോക്കുമ്പോൾ യാഥാർത്ഥ്യം, ക്രിസ്തുവാണ് സകലത്തിൻ്റെയും പൂർത്തീകരണവും മൂലക്കല്ലും. ഈ ക്രിസ്തുവിലൂടെ തൻ്റെ കർമ്മം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സഭ. കാരണം വിശുദ്ധരെ പറ്റി പലരും പറയുകയാണ്, വിശുദ്ധരെ നോക്കരുത്, അവരെ കാണരുത്, പ്രാർത്ഥിക്കരുത്, മധ്യസ്ഥരുത്. എന്നാൽ ഒരു യാഥാർത്ഥ്യം പറയാം, ഒരു നല്ല വാഴ നട്ട് നല്ല ഫലം പുറപ്പെടുവിച്ചു, അതിൻ്റെ കുഞ്ഞുങ്ങളിൽ 10 കുഞ്ഞുങ്ങളുണ്ടായാൽ 2-3 കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഫലം പുറപ്പെടുവിക്കുന്നതും ടേസ്റ്റുള്ള പഴവും തരുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുകയില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് സഭയിലെ അനേകം വിശുദ്ധ ആത്മാക്കൾ കർത്താവിൻ്റെ ആ വചനത്തെ പിന്തുടർന്നുകൊണ്ട് ഈ ലോകത്തിലെ നാനാജാതി മതസ്ഥർക്കും സകലർക്കും വേണ്ടി തൻ്റെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയും. അതുകൊണ്ടാണ് സഭ പിന്തുടരുന്നത് ദൈവരാജ്യ സ്ഥാപനമാണെന്ന് പറയാൻ കാരണം. ഇതിൽ മതമോ രാഷ്ട്രീയമൊന്നുമില്ല, സകലർക്കും രക്ഷയ്ക്ക് വേണ്ടി ദൈവരാജ്യ സ്ഥാപനമാണ് സഭയിലൂടെ മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ നമ്മൾ അത് ചെയ്തു ഇത് ചെയ്യുന്ന അപ്പുറത്ത് ദൈവരാജ്യ സ്ഥാപനത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സ്ഥാപിക്കുന്നവരായി തീരുമ്പോഴാണ് യഥാർത്ഥത്തിൽ കർത്താവ് ആഗ്രഹിച്ച ദൈവരാജ്യ പൂർത്തീകരണമാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിലൂടെയാണ് ലഭിക്കുന്ന വലിയൊരു ഗിഫ്റ്റാണ് നിത്യജീവൻ. അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തിലൂടെ ആണെങ്കിൽ മാത്രമേ അത് നിത്യവിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയുള്ളൂ. മനസ്സിലാക്കി നിങ്ങൾ അതിനനുസരിച്ച് ദൈവരാജ്യ സ്ഥാപകരായി തീരട്ടെ. അത് ഓപ്പോസിറ്റ് കാര്യങ്ങൾ അനുകൂലമാക്കി തീരുന്ന അവസ്ഥയാണ്. നിങ്ങൾ അതിന് ഉപകരണങ്ങളാകട്ടെ. തെറ്റിദ്ധരിക്കപ്പെട്ടാലും നിങ്ങൾ ചെയ്ത് ഉപകരണമായി തീരട്ടെ. പ്രാർത്ഥിക്കുന്നു. ഉദ്ധിത ദൈവമേ, രക്ഷക, സമാധാനമേ, ലൈക്ക്, സബ്സ്ക്രൈബ്.